അപ്പോൾ നേരത്തെ ഹനീഫ് മൗലവി പറഞ്ഞത് ആ MT വിഷൻ പുറത്തിറക്കിയ CD ആ വിഷയങ്ങൾ തിരുത്തിയതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അനസ് മൗലവി ശില്പശാല, കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുകയുണ്ടായി, ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ MT വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖനം അനസ് മൗലവി വായിക്കുകയും ഇതിലെവിടെ ഷിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ MT വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളുന്നുണ്ട്. MT വിഷൻ പൊള്ളത്തരാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ MT വിഷമാണ് എന്ന് പറയാം. ആ MT എന്താണ്? മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരുപാട് മറുപടി ഉണ്ട് അതിന്, എനിക്ക് ഒരുപാട് മറുപടി അതിന് പറയാനുണ്ട്. അല്ല, ഒരു മറുപടി എന്താന്ന് ഫസ്റ്റ് പറയാം. ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കേണ്ടത്? ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ സങ്കല്പിച്ചോ? അതാണല്ലോ സമ്മതിക്കേണ്ടത്. അങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാൽ ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി തന്ന് ഹദീസ് ഓതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങളത് ഉറക്കെ പറയുന്നു. ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. ഒരു തെറ്റ് പറ്റിയ ഖുർആൻ എന്താ പറഞ്ഞത്? തെറ്റാണ്, സമ്മതിച്ചോട്ടെ. ഇനിയിപ്പോ വേറെ സംഗതി കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിയെന്നല്ലാതെ ജംഇയ്യത്തുൽ ഉലമക്ക് തെറ്റിയെന്നെവിടെ? ഞങ്ങളെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റി, അനസിന് തെറ്റി, ഹനീഫിന് തെറ്റിയെന്നല്ലാതെ ജംഇയ്യത്തുൽ ഉലമക്ക് തെറ്റി എന്ന് തെളിയിക്കാൻ നട്ടലുള്ള ആരെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് അനസും ഹനീഫയും അവരെ വിളിക്കുന്നു, വരൂ, നിങ്ങളെ തെളിയിച്ചു തരൂ, ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വാദം തെറ്റാണ് എന്ന് അള്ളാന്റെ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന നട്ടലുള്ള ആരെങ്കിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ നേരിടാൻ തയ്യാറാണ്. അള്ളാന്റെ ആയത്ത് കൊണ്ട് ഹദീസ് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ജബ്ബാർ മൗലവി അടക്കമുള്ള ആളുകളെ ആ വിഷയത്തിൽ ഞങ്ങൾ നേരിടാൻ സംവദിക്കാൻ അവരെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അതിലൊരുക്കമാണ്. ആര് കത്തെഴുതിയാലും ആര് ഞങ്ങൾ പിന്തിരിപ്പിച്ചാലും ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നിലുണ്ടാകും. പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരു കത്തിന്റെ പേരിലോ ആരെങ്കിലും വിളിച്ച് പ്രലോഭിപ്പിച്ചാലോ ഞങ്ങൾ പുറകോട്ട് പോകില്ല. കാരണം ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഹദീസ് കൊണ്ട് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടവരാ ഞങ്ങൾ. ഇനിയിപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, തെറ്റായ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങനെ നിൽക്കണം അല്ല ഞങ്ങളോട് പറഞ്ഞില്ല. അല്ല ഞങ്ങളെ പഠിപ്പിച്ചെന്നറിയോ? ഖുർആൻ മറിച്ച് നോക്ക്. അല്ല പറയാ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? നിശ്ചയമായും നാം വ്യക്തമായി അവതരിപ്പിച്ചത്, വ്യക്തമായി സുവ്യക്തമായ നിലയിൽ നാം അവതരിപ്പിച്ചത്, ആ വ്യക്തമായി അവതരിപ്പിച്ചത് സന്മാർഗം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം, ഇതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം ആരെങ്കിലും മൂടിവെച്ചാൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്.
അതുപോലെ ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഇന്നതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് പറയാതെ മൂടിവെച്ചാൽ അള്ളാഹു അവരെ ശപിക്കും. ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിക്കും. ഞങ്ങൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങൾ എങ്ങനെ അത് പറയും? ഞങ്ങൾ എങ്ങനെ പ്രസംഗിച്ചു പോയല്ലോ, ഞങ്ങൾ ഇനി എങ്ങനെ തിരുത്തും? അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ഇതാണെങ്കിലും സുന്നത്ത് പറഞ്ഞ ഇതാണെങ്കിലും ഞങ്ങളുടെ മാനം നോക്കണമല്ലോ, ഞങ്ങളുടെ മാനം കാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും മൂടി വെച്ചാൽ അള്ളാഹു അവനെ ശപിക്കും. ശപിക്കുന്നവർ മുഴുവനും മലക്കുകൾ ഇറങ്ങുന്ന അതേ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ നീന്തി തുടിക്കുന്ന പരൽമീനുകൾ പോലും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുമ്പോ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ. ഒന്നാമത് തൗബ ചെയ്യുക. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹ് പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹ് പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ നാവിലൊന്നും ഞാൻ പറഞ്ഞു, പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആറിലധികം കൊല്ലമായി ഇതിന്റെ പുറകിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ സംഘടനയുടെ ഒരു ഔദ്യോഗിക വാഗ്ദാവുമല്ല, ഒരു സാധാരണ പ്രവർത്തകനാണ്. ഞാൻ ഇതിന്റെ ഔദ്യോഗികമായ ഒരു വാളും ഒന്നും വഹിക്കുന്നവനല്ല. ഇതിന്റെ ഔദ്യോഗികമായി സ്ഥാനം വഹിക്കുന്ന പലരും നിഷ്ക്രിയരായി മാറി നിന്നപ്പോഴും, നോക്കി നിന്നപ്പോഴും, ഇത് പൊളിറ്റിക്സ് ആണ് എന്ന് പറഞ്ഞപ്പോഴും, ഇത് കളിയാണെന്ന് പറഞ്ഞപ്പോഴും, അബ്ദുറഹ്മാൻ സലഫിയുടെ പിന്നിൽ പിന്നെ വാലാട്ടികളായി നടക്കുന്ന രണ്ടാളുകളാണെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളതിന് മറുപടി പറയാൻ പോയിട്ടില്ല. 6ലധികം വർഷമായിട്ട് ഇതിന്റെ പുറകിൽ നടക്കുന്ന ഒരാളാ. ഇതിന്റെ പുറകിൽ നടന്നാൽ നിങ്ങൾക്കറിയാം, ഒരാളും ടീ തരൂല. ചില ആളുകൾ അതാ പറയുന്നത്. എന്ത് പ്രമാണിമാര്? അനസ് മൗലവിക്ക് പിന്നെ ഒരു പ്രമാണിയുണ്ട്, ആ പ്രമാണി ഏറ്റെടുത്തതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. ഒരു പ്രമാണി എൻ്റെ ഏറ്റെടുത്തോ, എനിക്ക് ആർക്കാ വിഷമോ? എനിക്ക് വിഷമമുണ്ടോ? ആർക്കാ വിഷമോ? അനസ് മൗലവിക്ക് കാറുണ്ട്, നിങ്ങൾക്ക് എന്താ സുഹൃത്തെ വിഷമോ? എനിക്ക് വീടുണ്ട് എന്ന് പറഞ്ഞു, എനിക്കെന്താ വിഷമോ? ആർക്കാ വിഷമോ? എനിക്ക് കാറുണ്ടോ ഇല്ല എന്നുള്ള വേറെ ചർച്ച, അതൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വീടുണ്ടോ ഇല്ല എന്നുള്ള വേറെ ചർച്ച, അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഈ നിൽക്കുന്ന നിപ്പിൽ ഈ സമയത്ത് ആ ക്ലോക്കിലെ സൂചിയെ നോക്കി പറയാം, ഈ സമയത്ത് ഈ രൂപത്തിൽ ഞാൻ സമ്പാദിച്ചത് എന്താണ് എന്ന്
എൻ്റെ കയ്യിലുള്ള സമ്പത്തിന്റെ കണക്ക് എത്രയാണ് എന്ന് പരസ്യമായി, അതെവിടുന്ന് വന്നു എന്ന്, എത്രയുണ്ട് എന്ന്, ഞാൻ മരിച്ചാൽ എത്ര ബാക്കിയുണ്ട് എന്ന്, എൻ്റെ അനന്തരാവകാശികൾക്ക് എത്ര മാറ്റിവെക്കാനുണ്ട് എന്ന് പരസ്യമായി നാണക്കേടില്ലാതെ വന്ന സ്രോതസ്സും വ്യക്തമായി പറയാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അതെനിക്ക് പറയാൻ ചെയ്യാം, അതെനിക്ക് വ്യക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സൂചിപ്പിച്ചത് 6 വർഷമായിട്ട് ഇത് എഴുതി ജബ്ബാർ മൗലവി എഴുതി. ജബ്ബാർ മൗലവി എഴുതിയപ്പോ മടവൂരികൾ ഇത് പരസ്യമായി രംഗത്ത് വന്നു. അതുപോലെ തന്നെ കുബൂരികൾ എടുത്ത് പുറത്തു കൊണ്ടുവന്നു, കുബൂരികൾ പുറത്തു കൊണ്ടുവന്നു, അതുപോലെ തന്നെ മടവൂരികൾ കൊണ്ടുവന്നു. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സന്ദർഭത്തിൽ ജബ്ബാർ മൗലവി അടുക്കൽ ആദ്യം ചെന്നു. എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? കാരണം ഒരാൾ അബദ്ധം പറഞ്ഞാൽ ഉടൻ തന്നെ നേരെ കയറിയിട്ട് അത് പൊട്ടത്തരാണ്, അതല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അയാളെ വഷളാക്കണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം പ്രത്യേകിച്ചൊരു പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞാൽ എന്താണത്? അപ്പൊ ചിലപ്പോൾ ആൾ അങ്ങനെ പറയാം, മനുഷ്യന്മാർ അബദ്ധം പറയാ. ഏത്? നമുക്ക് തൗബയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ വാചകം എന്താ? അല്ലാഹുമ്മ അൻത അബ്ദി അന റബ്ബുക്. അയാൾ സന്തോഷം കൊണ്ട് വാഹനം ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് പിന്നെ സന്തോഷം കയറിയപ്പോൾ പറയണെന്താന്ന് മനസ്സിലാവില്ല. അല്ലാഹുമ്മ അൻത അബ്ദി അന റബ്ബുക്. അല്ലാഹു നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. കുഫറിന്റെ വാക്കാണ്. പക്ഷെ അയാൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഈ മനുഷ്യൻ എന്താ ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന്റെ അടുക്കെ പോയി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നും പല മുജാഹിദുകളെയും ഈ വാക്ക് കൊണ്ട് വഞ്ചിക്കുന്നുണ്ട്. ആ പുകമറ ഞങ്ങൾ വലിച്ചു കീറും, സംശയം വേണ്ട. തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഞങ്ങൾ ഉദ്ദേശിക്കണില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ചോദിച്ചല്ല, തേടാന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കാമെന്ന് വാദമുണ്ടോ? ഇല്ല. തേടേണ്ടതാണെന്ന് വാദമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ഉള്ളത്? തേടിയാൽ ശിർക്കല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ പറഞ്ഞിട്ടില്ല. തേടിയാൽ ശിർക്കില്ല. എന്തിൽ ശിർക്കില്ല? ഇവിടെ ഒരു ശബ്ദം, ഒരാൾ ഇരുട്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കുക, ആരുമില്ല. പെട്ടെന്ന് കറണ്ട് പോയി, ഇരുട്ടായി, തും എന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ തന്നെ വിചാരിച്ചോളൂ അത് ജിന്നുണ്ടാക്കിയതാണ്. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വസിച്ചിട്ട്, ജിന്നേ എനിക്ക് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അതിൽ ശിർക്കില്ല, അഭൗതികതയില്ല എന്നാണ്. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതല്ല. നേരത്തെ പറഞ്ഞ പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതല്ല. ഇത് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം പറഞ്ഞിട്ട് ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാദം എന്താ? തേടാന്ന് പറഞ്ഞില്ല, തേടണമെന്ന് പറഞ്ഞില്ല, തേടേണ്ടതാന്ന് പറഞ്ഞില്ല. സ്വാഭാവികമായും മടവൂരികൾ രംഗത്ത് വന്നു, ഖുറാഫികൾ രംഗത്ത് വന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ മടവൂരികളോടും ഖുറാഫികളോടും തിരിച്ചു ചോദിച്ചു, അല്ല തേടാമെന്നതിലുണ്ടോ, തേടണമെന്നതിലുണ്ടോ, തേടേണ്ടതാണെന്നതിലുണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല എന്നുള്ളത്. മനസ്സിലായോ? അതായത് വിജനമായൊരു പ്രദേശത്ത്, ഇനിയിപ്പോ നാളെ ക്ലിപ്പാക്കിക്കോ, എന്റെ വിഷയം ഒന്നുകൂടെ ക്ലിപ്പാക്കി ഞാൻ പറഞ്ഞുതരാം. ജബ്ബാർ മൗലവി എഴുതി എന്താണെന്നറിയോ? ജബ്ബാർ മൗലവി എഴുതിയത് പണ്ട് അമ്പലക്കടവിനോട് ഞാൻ പറഞ്ഞതുപോലെ, അതുപോലെ മടവൂരികളോട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ പ്രസംഗിച്ചപ്പോൾ മറുപടി പറഞ്ഞതുപോലെ MD വിഷനും ഞാനിതാ മറുപടി പറഞ്ഞു തരുന്നു. എന്താണ് ജബ്ബാർ മൗലവി എഴുതിയത് എന്നറിയോ? വിജനമായൊരു പ്രദേശത്ത് ഒരാൾ എത്തിപ്പെട്ടു. ആരുമില്ല, ഇവിടെ കാണുന്ന ഒരാളില്ല. ഇവിടെ എൻ്റെ മലക്ക്, എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്ക് ഉണ്ടാകട്ടെ, മലക്ക് ഉണ്ടാകാം, ജിന്ന ഉണ്ടാകാം, അവർ കേൾക്കട്ടെ എന്ന് നനച്ച് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് ഇയാൾ തേടിയാൽ അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല. ഇത് ആരെഴുതിയതാ? ആരെഴുതിയതാ? എൻ്റെ പ്രസംഗ? എൻ്റെ വാദാണോ? ആണോ? എന്താ ഉണ്ടാത്ത്? ഇതാണ് ജബ്ബാർ മൗലവി എഴുതിയത്. തേടാമെന്നില്ല, തേടണമെന്നില്ല. അപ്പോ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലെ വരി വായിക്കുമ്പോൾ നമ്മൾ വ്യക്താക്കി കൊടുക്കുകയാണ്. വാദിക്കുന്നവൻ എന്ത്? തേടാമെന്നോ തേടണമെന്നോ പറഞ്ഞില്ല. നേരെ മറിച്ച് ഈ രൂപത്തിൽ ജിന്നുകള് മലക്കുകൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ അടിമകൾ ചോദിച്ചാൽ അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല എന്നാണ് ജബ്ബാർ മൗലവി എഴുതിയത് എന്നാണ്. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി രണ്ട് വാദം. അതിലൊന്ന് മടവൂരി പറഞ്ഞത്, കുബൂരി പറഞ്ഞത്. അവർക്ക് അതിന് മറുപടി പറഞ്ഞു. പിന്നൊരു വാദം എന്താ? ഇത് ശിർക്കാണോ അല്ലേ? ഇത് ശിർക്കാണോ അല്ലേ? രണ്ടാമത്തെ വാദമാണ്. അവിടെയാണ് ജബ്ബാർ മൗലവി നമ്മളും തമ്മിലുള്ള തർക്കം. തേടാമെന്ന് അദ്ദേഹത്തിന് വാദില്ലെന്ന് അദ്ദേഹം പറയുന്നു, തേടണമെന്ന് വാദില്ല എന്ന് പറയുന്നു. പിന്നെ ശിർക്കാണോ അല്ലേ? ഇതാണ് തർക്കം ഉണ്ടായത്, രണ്ടാമത്തെ തർക്കം. ആ രംഗത്താണ് ഹുസൈൻ സലഫി ഇടപെട്ടത്. ആ രംഗത്താണ് പിന്നീട് അവിടെ നിന്നിങ്ങോട്ടുള്ള ദൗറകൾ നടന്നത്. അതാ പറഞ്ഞത്,
ഈ രംഗത്ത് ജബ്ബാർ മൗലവി അടുക്കൽ പോയത് ആ വിഷയം സംസാരിക്കാനാ? നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയുടെ അതേ വാദം എനിക്കുള്ളെങ്കിൽ പിന്നെ ഞാൻ ജബ്ബാർ മൗലവിക്ക് പോണോ? വർഷങ്ങൾക്ക് മുമ്പല്ലേ സംഭവം അല്ലേ? ഞാൻ പിന്നെ എന്തിനാ ജബ്ബാർ മൗലവിക്ക് പോണത്? ഹുസൈൻ സലഫി എന്തിനാ ജബ്ബാർ മൗലവി എഴുതി ശരിയാണ് എങ്കിൽ എന്തിനാ ഹുസൈൻ സലഫി ജബ്ബാർ മൗലവിക്ക് പോയത്? ഇനി അതല്ല, ജബ്ബാർ മൗലവി എഴുതിയ ശരിയാണെങ്കിൽ അന്ന് കൂടെ വന്ന ആളാണ് നാണി ഹാജി. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കൂടെ വന്ന ആളാണ് നമ്മുടെ ഖാദർ ഹാജി. ഇത് ഒളിച്ചു നടന്നൊരു സംഭവമല്ല, കളവ് പറയാൻ കഴിയില്ല, പരസ്യമായി നടന്ന സംഭവമാണ്. എന്തിനാണ് ജബ്ബാർ മൗലവിയുടെയൊക്കെ പോയത്? ജബ്ബാർ മൗലവി എഴുതി ശരിയാണെങ്കിൽ. കാര്യം ആ മനുഷ്യൻ ഒരാളെ നമ്മളെ പുറത്താക്കാനോ അകത്താക്കാനോ നിശ്ചയിച്ചില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ? അല്ലെങ്കിൽ ആദ്യം തന്നെ എടുത്തിട്ട് ഇത് നടപടി എടുത്ത് പുറത്താക്കുക അല്ല. ആ മനുഷ്യൻ എന്താ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ. കാര്യം അദ്ദേഹത്തിൽ മാത്രമേ അന്ന് അത് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു മനുഷ്യനും അത് വാദിച്ചിട്ടോ പിൻപറ്റിയിട്ടോ വന്നിട്ടില്ല. അയാളിൽ മാത്രമുള്ള ഒരു വിശ്വാസമായിരുന്നു അത്. അയാളോട് രഹസ്യമായി പറഞ്ഞു. ഇനി അത് മാത്രമല്ല, അബ്ദുൽ ഖാദർ കരുവമ്പോയിൽ അദ്ദേഹം എഴുതി, അത് എഴുതിയ അന്ന് മുതൽ ഞാൻ പറയുന്നു തെറ്റാണ്, തിരുത്തണമെന്ന്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ആയിക്കോട്ടെ, ഞങ്ങൾ അറിവ് കുറഞ്ഞ സാധുക്കളാ. ഹുസൈൻ സലഫി പറഞ്ഞു തിരുത്തണം, ഖാദർ കരുവമ്പോയിൽ പറഞ്ഞു തിരുത്തണം, നാണി ഹാജി അന്ന് പോയിട്ടുണ്ട് തിരുത്തണമെന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഖാദർ ഹാജി പോയിട്ടുണ്ട്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചു. ഇല്ല എന്ന് ജബ്ബാർ മൗലവി പറയട്ടെ, വൈകുന്നേരം വരെ സംസാരിച്ചിട്ടും വാശിയിൽ ഒതുങ്ങുന്നത് ഇല്ല, അത് ഞാൻ തിരുത്തുന്ന പ്രശ്നമില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഹുസൈൻ സലഫിയെ പോലെ കേരളത്തിനും കേരളത്തിന് പുറത്തും വളരെ ശക്തമായി തൗഹീദി പ്രഭാഷണം നടത്തുന്ന ആളുകൾക്കറിയുന്ന ഒരു പണ്ഡിതൻ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയി, അദ്ദേഹത്തെക്കാളും പ്രായം അറിവുള്ള ആളായിരിക്കാം, അവിടെ ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഉച്ചയ്ക്ക് ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ആയപ്പോഴും കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ഒരു നല്ല ഉദ്ദേശത്തോടെ നിങ്ങളൊരു തിരുത്തു കൊടുക്ക്. വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം തിരുത്താൻ പുറത്തിറങ്ങി, കുപ്പായമിട്ടു, കുപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ പെട്ടെന്നൊരാൾ വന്നിട്ട് കുമ്പസരിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചിട്ട് ചാടി അങ്ങോട്ട്. കുമ്പസരിക്കാൻ രാവിലെ തുടങ്ങിയതാണ്, ഇവിടെ കുമ്പസരിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ചിട്ട് ആളിങ്ങനെ ചാടുക. ഇത് കേട്ടപാടെ ഈ മനുഷ്യനകത്തേക്ക് കയറി, തിരിച്ചു കയറി. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എല്ലാവരും അവിടെ നിന്ന മുഴുവൻ ആളുകളും ആകെ പ്രയാസത്തിലായി. എല്ലാവരുടെയും മുഖം മാറി. എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്. ഇത് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ ആ വീടിന്റെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട ആരെയെങ്കിലും വിളിച്ചറിയിച്ചിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചു പോയാൽ നാളെ പറയും നമ്മളിവിടെ വന്ന് രാവിലെ മുതൽ ഹറാസ് ചെയ്ത് അദ്ദേഹത്തെ ഇടങ്ങേറാക്കി, എന്നിട്ട് സംഭവിച്ചാന്ന് പറയാൻ സാധ്യത. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം അബ്ദുറഹ്മാൻ സലഫി വിളിച്ചു. അബ്ദുറഹ്മാൻ സലഫി വരുന്നത് വരെ ഞങ്ങൾ അവിടെ കാത്തിരുന്നു. രാത്രി 8:30 വരെ, നിങ്ങൾ മനസ്സിലായി, രാവിലെ പോയ ഞങ്ങൾ രാത്രി 8:30 വരെ അവിടെ കുത്തിയിരുന്നു. ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ പേറുന്നുവെങ്കിൽ ഞങ്ങൾ എന്തിനു പോകണം, കുത്തിയിരിക്കണം. ജബ്ബാർ മൗലവി സപ്പോർട്ട് ചെയ്യുന്നാ പോരെ. ഇനി അവിടെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരുന്നു. അവസാനം അബ്ദുറഹ്മാൻ സലഫി വന്നു. ഞങ്ങൾ വിചാരിച്ചു ഒന്നുകൂടി മയത്തിൽ പറയാൻ വേണ്ടിയായിരിക്കും അബ്ദുറഹ്മാൻ സലഫി വരുന്നത്. കാര്യം ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്നിട്ട് അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം എന്ത് എന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതിനേക്കാളും ഗൗരവമായി തുറക്കൽ പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ആ ആളുകൾ മറ്റുള്ളവർ പുറത്ത് കേൾക്കണ്ടെന്ന് വിചാരിച്ച് ആളുകളെല്ലാം നമസ്കരിച്ച് പോയതിനു ശേഷം സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭാഗത്ത് അവിടെ പോയി അവിടെ ഇരുന്ന് ജബ്ബാർ മൗലവിയോട് പറഞ്ഞു, ജബ്ബാർ മൗലവി, ഇത് തകർച്ചയുടെ തുടക്കമാണ്. നാളെ നിങ്ങൾ മരണപ്പെട്ടാൽ ഈ വിശ്വാസവുമായി ജീവിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടായാൽ, ഈ ശിർക്ക് മനസ്സിൽ പേറുന്ന ആളുകൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ഫിഖ്ഹി മസല പോലെ കീറി മുറിച്ച് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കി ആൾക്കും മനസ്സിലാകാത്ത രൂപത്തിൽ എഴുതി വെച്ചാൽ, ഈ വാചകം കൊണ്ടൊരു മനുഷ്യൻ പിഴച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾ തിരുത്തണമെന്ന്. ഇതിനേക്കാളും വലിയ ആത്മാർത്ഥ നസീഹത്ത് എന്താ? ഇന്ന് കൊടി പിടിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, റോട്ടിലിറങ്ങിയിട്ട് കൊടി പിടിക്കുന്ന സംഘടനാ നേതൃത്വത്തെ പഴിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ പേരിൽ സാമ്പത്തിക ആരോപണം വരെ പറഞ്ഞു നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഒരുത്തൻ ചെയ്തോ ഈ പ്രവർത്തനം, ഒരുത്തൻ ചെയ്തോ. ആ മനുഷ്യനോട് നസീഹത്ത് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് തിരുത്തിക്കാനുള്ള ശ്രമമല്ല നടത്തുക. ഇന്നും ആ പിടിവാശിയിലാണ് അദ്ദേഹം, തിരുത്തിയിട്ടില്ല. അവസാനം തിരിച്ചു പോരുമ്പോഴും ജബ്ബാർ മൗലവിയുടെ ആകെ വിഷമിച്ചു, ഞങ്ങളും വിഷമിച്ചു. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഈ രൂപത്തിൽ വിശദീകരണം നൽകാമോ, ഞങ്ങൾക്കൊരു വിശദീകരണം നൽകാമോ എന്ന്. ഞങ്ങൾക്ക് വിശദീകരണം നൽകാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരുത്താമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം ചെയ്യാണ്, എൻ്റെ ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ചെയ്യാം, എൻ്റെ ഇഷ്ടമല്ല, നിങ്ങൾ ചെയ്യണം, എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇസ്ലാഹിൽ വന്ന ആ വിശദീകരണം, പിന്നീട് നമ്മൾ അങ്ങോട്ട് വായിച്ച വിശദീകരണം നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം,
അപ്പോൾ ഈ രൂപത്തിൽ അനസ് മൗലവിക്കും ഹനീഫ് കായക്കൊടിക്കുമൊക്കെ പഴയ വാദം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ല ജബ്ബാർ മൗലയുടെ വാദം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പ്രചരിപ്പിച്ചിട്ട് ആളുകൾക്കിടയിൽ ഈ സംഘടനയെയും സംഘടനാ നേതാക്കളെയും ഒരുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തിട്ട് കാര്യമായിട്ട് ദൈവത്ത് നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ MD വിഷൻ്റെ CD എന്നാ. കഴിഞ്ഞ ദിവസം സക്കരിയ സലാഹി ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സലാം പറഞ്ഞ് പിരിയുമ്പോൾ സക്കരിയ സലാഹി എടുത്തു കൊടുക്കുക, എന്നാ MD വിഷൻ്റെ CD. ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ? സക്കരിയ സലാഹിയെ പോലെ ഒരാള് ഇതുപോലെ ഒരു CD വേറൊരാൾക്ക് സംഭാവന ചെയ്യുക, ഇത് പിടിച്ചോ കൊണ്ടുപോയി കാണ്, നാണക്കേട്. അതാണ് വീണാൽ തൗഹീദിൽ നിന്ന് വീണാൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. സംശയമില്ല. കാരണം സക്കരിയ സലാഹി അത് പറയാൻ പാടില്ല. ബാക്കി പൊതുജനത്തിന് കാര്യം അറിയില്ലെങ്കിലും സക്കരിയ സലാഹിക്ക് കാര്യം അറിയാം. അനസ് എവിടെയായിരുന്നുവെന്ന് സക്കരിയ സലാഹിക്ക് അറിയാം. ഹനീഫ കായക്കൊടി എവിടെയാണെന്ന് സക്കരിയ സലാഹിക്ക് അറിയാം. വേറൊരാൾ പറയുന്ന പോലെ സക്കരിയ സലാഹി പറയരുത്. അറിയോ, ഖുറാഫികളുടെ മുന്നിൽ നിങ്ങളുടെ മാനം സംരക്ഷിച്ചവരാണ് ഞങ്ങൾ, ഞങ്ങളുടെ മാനം നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ മാനത്തിന് കാവൽ നിന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് സക്കരിയ സലാഹി അത് പറയരുതായിരുന്നു. കാരണം ഈ ഔദ്യോഗികമായി നേതാക്കൾ ഇവിടെയുണ്ട്. ജമിയത്തുൽ ഉലമ ചർച്ച നടന്നിട്ടുണ്ട് പലതവണ. CD ടവറിൽ വെച്ചുകൊണ്ട് സക്കരിയ സലാഹിയുമായി നേർക്കുനേരെ വാദപ്രതിവാദം ഖുറാഫികളുമായി നടത്തുന്നത് പോലെ നടത്തിയിട്ടുണ്ട്. ഖുറാഫികളുമായി നടത്തിയതുപോലെ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത് ഖുറാഫി എന്ന് പറഞ്ഞു എന്ന്. ഖുറാഫി എന്ന് പറഞ്ഞു തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. കാരണം ഈ ഖുറാഫി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയോ? ഖുറാഫി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആരാ ഖുറാഫി എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഖുറാഫി എന്ന് പറഞ്ഞാൽ? ഖുറാഫി എന്ന് പറഞ്ഞ ഒരാളുടെ പേരാ. ഖുറാഫി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്, മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ പേരാണ് ഖുറാഫി എന്ന് പറഞ്ഞാൽ. എന്താ ഈ ഖുറാഫി എന്ന് പറഞ്ഞ ആൾക്ക് സംഭവിച്ചത്? അയാളെ ജിന്ന് തട്ടിക്കൊണ്ടുപോയി. ഇത് വെറുതെ പറയല്ല, ലിസാനുൽ അറബിലുണ്ട്. ആ വാക്ക് എങ്ങനെ ഉത്ഭവിച്ചു എന്ന ചോദ്യം, ആ ചോദ്യത്തിന് വളരെ വ്യക്തമായ ചർച്ച നടത്തുമ്പോൾ ലിസാനുൽ അറബിൽ വ്യക്തമായി തന്നെ പറയുന്നത് കാണാം. ഖുറാഫി എന്ന വാക്കുണ്ടായത്, ഖുറാഫി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അന്ന ഖുറാഫത മിൻ ബനി ഉദ്റ ഔ മിൻ ബനി ജുഹൈന. ഈ ഖുറാഫി എന്ന് പറയുന്ന ആള് ജുഹൈന ഗോത്രത്തിലോ ബനു ഉദ്റ ഗോത്രത്തിലോ ജീവിച്ചിരുന്ന ആളാ. ഈ ഖുറാഫി എന്ന് പറയുന്ന ആള് അയാളെ ജിന്ന് തട്ടിക്കൊണ്ടുപോയി. അയാളെ ജിന്ന് കൊണ്ടുപോയിട്ട് പലതും കാണിച്ചു കൊടുത്തു. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പലതുണ്ട്, കാര്യകർമ്മത്തിൽ അത് ഇതല്ല, അത് കണ്ടോ ഇത് കണ്ടോ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കാണിച്ചു കൊടുത്തു. ഈ ഖുറാഫി എന്ന് പറയുന്ന പേരുള്ള ഒരാളുടെ പേരാ. അദ്രവാനും അതുപോലെ അനസും അനീഫും എന്നൊക്കെ പേരുള്ളത് പോലെ ഇയാളുടെ ഒരാളുടെ പേരാണ് ഈ ഖുറാഫി, ഒരു ഗോത്രത്തിൽപ്പെട്ട ആള്. എന്നിട്ട് ആ ജിന്നുണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, അതുണ്ട് ഇത് കണ്ടോ. ഇയാൾ നാട്ടിൽ വന്ന് മനുഷ്യന്മാരെ കണ്ടിട്ട് ഉള്ളതോ ഇല്ലാത്തോ ഒക്കെ കൂടി കൂട്ടിയടിക്കാൻ തുടങ്ങി. കണ്ടത് മുഴുവനും കേട്ടത് മുഴുവൻ, അവിടെ കണ്ടത് ആ പളക്കിത്താബി കണ്ടത്, ഇവിടെ കണ്ടത് അങ്ങോട്ട് പോയി കണ്ടത്, ഇവിടെ കണ്ടത്, അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ എന്തായി? കണ്ടത് മുഴുവൻ കേട്ടത് മുഴുവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. അവസാനം ഇത് കേൾക്കുമ്പോഴും ആളുകളുണ്ടല്ലോ, ബോധമുള്ള ഒരാളിൽ ഇത് കേൾക്കണത്. കുറെ കേട്ട് അവസാനം പറഞ്ഞു കമാ കാലൽ ഖുറാഫി. ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്ത പറഞ്ഞാൽ പറയും കമാ കാലൽ ഖുറാഫി, ഖുറാഫി പറഞ്ഞ പോലെ. അങ്ങനെയാണ് ഈ ഖുറാഫി എന്ന വാക്കുണ്ടായത്. നാഴികക്ക് 40 വട്ടം ഖുറാഫി ഖുറാഫി എന്ന് പറയുമ്പോൾ ഖുറാഫി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയോ? ജിന്ന് തട്ടിക്കൊണ്ടുപോയതാ. അങ്ങനെ ഖുറാഫി എന്ന വാക്കുണ്ടായത്. ഇന്ന് ആ രൂപത്തിലേക്ക് അതപ്പതിച്ചു പോയി എന്ന് പറയുമ്പോൾ മനസ്സിന് വേദനയില്ലാതെയല്ല പറയുന്നത്, അറിയോ? വേദനയില്ലാതല്ല പറയുന്നത്. പിടിച്ചു വെക്കാനും അതുപോലെ സംരക്ഷിക്കാനും ഇന്ന് സിന്ദാബാദ് വിളിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ. നിങ്ങൾ പുറത്തു പോരും, ഞങ്ങൾ പിൻബലം തരാം എന്ന് പറഞ്ഞിട്ട് പിരികേറ്റുന്ന ആളുകളുണ്ടല്ലോ. അവരുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നത് നിങ്ങൾ അന്വേഷിച്ചോളൂ. റബ്ബ് ബോധ്യപ്പെടുത്തട്ടെ. പക്ഷെ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് നിങ്ങളുടെ മാനം കാക്കാൻ സ്വന്തം മാനം മാറ്റിവെച്ച ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഇത് പറയരുതായിരുന്നു എന്നൊരു വിനീതമായ അപേക്ഷ ഞങ്ങൾക്കുണ്ട്. ഇനി മാന്യ സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വാദം ഞങ്ങൾക്കുണ്ടായിരുന്നോ? ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഈ സഹായതേട്ടം ശിർക്കാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും അതുപോലെ തന്നെ
അത് പറയുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഞങ്ങൾ. ഇത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കണ്ണൂർ വെച്ച് നടന്ന ശില്പശാല, അതാണ് അതിൽ നിന്നാണ് ക്ലിപ്പിട്ടത് അല്ലേ. ഞാൻ പറയട്ടെ, ഈ ഡോക്യുമെൻ്ററി കണ്ട MD വിഷൻ്റെ ഡോക്യുമെൻ്ററി കണ്ട എൻ്റെ സുഹൃത്തുക്കളോട് എനിക്കൊരു നിർദ്ദേശമുള്ളത്, വേറെ കുറച്ച് ഡോക്യുമെൻ്ററികൾ കൂടി നിങ്ങൾ കാണണം. അതൊരു ഡോക്യുമെൻ്ററിയുടെ പേരാണ് കല്യാണ ബണ്ടി. കല്യാണ ബണ്ടി അതെന്നറിയോ? ആ സീഡിക്കാതെന്ന് വെച്ചാൽ പിന്നെ മുജാഹിദ് ബാലുശ്ശേരി കുറച്ചു നേരം പ്രസംഗിക്കും. പ്രസംഗിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കാണാം സക്കറിയ സലാഹി വന്ന് രണ്ട് കൂക്ക് കൂക്കിയിട്ട് പോവും. ആരെ? ബാലുശ്ശേരിയെ. പിന്നെ നോക്കുമ്പോൾ കാണാം സുഹൈർ ചുങ്കത്തര പ്രസംഗിക്കുക. കുറച്ച് കഴിയുമ്പോൾ നേരെ വന്നിട്ട് രണ്ട് കൂക്ക്. ആരുടെ വക? സലാഹിയുടെ വക രണ്ട് കൂക്ക്. ഇത് യഥാർത്ഥത്തിൽ സലാഹി ബാലുശ്ശേരി കൂക്കിയതാണോ? സലാഹി ചുങ്കത്തറെ കൂക്കിയതാണോ? പക്ഷേ പണ്ഡിതന്മാരെ അപമാനിക്കാൻ നാട്ടിലെ ഖുറാഫികൾ ചെയ്ത പണിയാണ്. ഞാനതാ പറഞ്ഞു ഖുറാഫി എന്ന്. വേറെ ഒരു 150ഓളം കാബഡ്യങ്ങൾ വേറെ ഡോക്യുമെന്ററിയാ. പ്രസംഗിക്കണ ആരാ? മുജാഹിദ് ബാലുശ്ശേരി. പ്രസംഗിക്കണ ആരാ? അനസ്. പ്രസംഗിക്കണ ആരാ? ഹനീഫ്. പ്രസംഗിക്കണ ആരാ? അബ്ദുറഹ്മാൻ സലഫി. പ്രസംഗിക്കണ ആരാ? സക്കറിയ സലാഹി. 150ഓളം കാബഡ്യങ്ങൾ ഡോക്യുമെന്ററി. ഇനി ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയൊരു CD ഉണ്ട്, ഇവിടെ തോൽക്കുന്നു ഇസ്ലാം, ഡോക്യുമെന്ററി ഫ്രീ ആണ്. ഇവിടെ തോൽക്കുന്നു ഇസ്ലാം, യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്താൽ മതി. പ്രസംഗിക്കണ ആരാ? ഹുസൈൻ സലഫി. പ്രസംഗിക്കണ ആരാ? സക്കറിയ സലാഹി. പ്രസംഗിക്കണ ആരാ? അനസ്. പ്രസംഗിക്കണ ആരാ? ഹനീഫ്. പ്രസംഗിക്കണ ആരാ? അബ്ദുറഹ്മാൻ സലഫി. ഇവിടെ തോൽക്കുന്നു ഇസ്ലാം. ആ CD കണ്ടൊരു ജമാഅത്തുകാരൻ പറയും, പടച്ചോനെ ഇവരൊക്കെ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ നടക്കുകയാണല്ലോ. ആര്? ഹുസൈൻ സലഫിയും അബ്ദുറഹ്മാൻ സലഫിയും മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ നടക്കുകയാണ്. ഈ 100കണക്കിന് ഡോക്യുമെന്ററികൾ കാണുകയും ക്ലിപ്പ് മുറിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഗുരുത്തുണ്ടായില്ല. നമ്മളാ ക്ലിപ്പ് മുറിക്കേണ്ട എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത്, പക്ഷെ ഗുരുത്തം കെട്ടുപോയി. ചോദിക്കണമായിരുന്നു എങ്ങനെ മുറിക്കേണ്ടതെന്ന്. നമ്മൾ ഖുറാഫികളോട് പോലും ഖണ്ഡന പ്രസംഗം നടത്തുമ്പോൾ ഇന്നും ഞാൻ കാണാത്ത ഒരു CD, അതിൻ്റെ മുമ്പും ശേഷവും അതിൻ്റെ ആശയം എന്താണെന്ന് വ്യക്തമാകാതെ ഞാൻ ഇന്നുവരെ ക്ലിപ്പിടാൻ നിന്നിട്ടില്ല. ഒരാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഖുറാഫിയോട് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോൾ ആ മാന്യത നമ്മൾ കാണിക്കുന്നുണ്ട്. അറിയോ? ഈ രൂപത്തിൽ ഇട്ടു അവിടെ സ്ഥാപിക്കാൻ ശിർക്കല്ല. പക്ഷെ റബ്ബ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഹഖ്ഖുൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ അല്ലാഹ് പറഞ്ഞതാ, നമ്മുടെ ബാധ്യതയാണ് വിശ്വാസികളെ സഹായിക്കൽ. ഞങ്ങൾ തൗഹീദിന് വേണ്ടിയാണ് നിലകൊണ്ടതെങ്കിൽ, ഞങ്ങൾ തൗഹീദ് വാദിച്ചുകൊണ്ടാണ് നിലനിന്നതെങ്കിൽ, ഞങ്ങൾ ഏറ്റ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഈ തൗഹീദിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങളെ അള്ളാഹ് സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആദ്യം ഇറക്കിയ 4ാമത്തെ CD ആക്കിയില്ല. MD വിഷൻ 4ാമത്തെ CD അല്ലല്ലോ ആദ്യം ഇറക്കിയത്. അതിന് മുമ്പ് 2-3 ഇറക്കിയല്ലോ. അതിൽ ഞങ്ങളുടെ നിലപാട് അള്ളാഹ് MD വിഷനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അതെന്താ കാര്യം അറിയോ? ഞാൻ KNM ശില്പശാല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ മടവൂരികൾക്ക് മറുപടി പറയുമ്പോൾ ജബ്ബാർ മൗലവി എഴുതിയതിൽ പിന്നെ ഈ പറഞ്ഞതാണുള്ളത്, അല്ല തേടാമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ എന്തെടുക്കും? ജിന്നോട് സഹായം തേടുന്ന ശിർക്കാണ്, അതാണ് ഞങ്ങളുടെ വാദം എന്ന് മടവൂരികൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓരോ വർഷം ഞാൻ തിരിച്ച് വ്യക്തമായി, ഇതിന് സമയത്തിന്റെ കുറവുണ്ട്, ഓരോ വർഷവും ഇൻഷാ അല്ലാഹ് കേട്ടോളൂ, ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇറക്കിയ 4ാമത്തെ CD എന്തുള്ളത്? 2012 ശേഷം 2012 മുമ്പ്, അഥവാ 2012 ശേഷമാണ് അനസ് മൗലവി ശിർക്ക എന്ന് പറയുന്നത്, ഹനീഫ് കായക്കൂടി ശിർക്ക എന്ന് പറയുന്നത്. 2012 മുമ്പ് ശിർക്കല്ല എന്നാ പറഞ്ഞത്. എന്നാ കേട്ടോളൂ, 2009 മെയ് 5-ാം തീയതി നടത്തിയ പ്രസംഗത്തിൽ, അതുപോലെ തന്നെ 2009 മാർച്ച് 20-ാം തീയതി നടത്തിയ പ്രസംഗത്തിൽ, 2009 ഒക്ടോബർ 27 നടത്തിയ പ്രസംഗത്തിൽ, 2010 ജനുവരി 6 നടത്തിയ പ്രസംഗത്തിൽ, 2011 ഒക്ടോബർ മാസം 25-ാം തീയതി തലശ്ശേരിയിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ വരെ അത് ഞാനിടും. ഇച്ചിരി സമയം കുറവാണെങ്കിൽ അത് ഞാൻ ഇടും. കാരണം വെച്ചാൽ ആ CD കണ്ണൂർ ജില്ലയിൽ സക്കറിയ സലാഹിയുടെ പേരിൽ സംഘടനക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ, സക്കറിയ സലാഹിക്ക് വാദമില്ല, ആ വാദമില്ല, ഈ വാദമില്ല, അടിച്ചിറക്കൽ വാദമില്ല എന്നാണ്. എനിക്ക് ചില കാര്യം തിരുത്താണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പ്രസംഗിച്ചു തലശ്ശേരിയിൽ കുറിപ്പ്, ഈ ഇരിക്കുന്ന നജ്മുദ്ദീൻ
ഉണ്ട്, ആ സാക്ഷി അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് നീ കൈ ചൂണ്ടി പറയാം. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കുറിപ്പ് തന്നു അവസാനിക്കുമ്പോൾ. ഇവിടെ സക്കരിയ സലാഹിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില ആളുകളുണ്ട്. അദ്ദേഹം അടിച്ചിറക്കാമെന്ന വാദം ഉള്ള ആളുകളുണ്ട്. അദ്ദേഹത്തിന് ആ വാദമില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ആ വാദം നിങ്ങൾ സക്കരിയ സലാഹിക്ക് ആ വാദം ഇല്ല എന്നൊന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഒരു കുറിപ്പ് തന്നു. കുറിപ്പ് തന്ന ആളുകളുടെ പേരുകളും ലിസ്റ്റുകളൊക്കെ ഞാനിപ്പോൾ പുറത്തു പറയില്ല, കാര്യം അവർ സംഘടനയുടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് എന്നതുകൊണ്ട് ഞാൻ അവരെ ആക്ഷേപിക്കൂല ഇൻഷാ അല്ലാഹ്. അത് ആക്ഷേപിക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസരം വരികയാണെങ്കിൽ, നിർബന്ധമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴല്ലാതെ അവിടെ കിടന്നോട്ടെ, കാര്യം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിപ്പോ. അപ്പോൾ ഈ രൂപത്തിൽ കുറിപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അരെ ബോധ്യപ്പെട്ട അദ്ദേഹം എനിക്ക് അടിച്ചിറക്കാവുന്ന വാദം ഇല്ല എന്ന് പലയിടത്തും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാസർഗോഡ് തെളിവുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തെളിവുണ്ടോ? അപ്പോൾ ഞാനും അത് വിശ്വസിച്ചു. കാര്യം വെച്ചാൽ ഹക്കിൻ്റെ മാർഗത്തിലുള്ള ഒരാളല്ലേ, അത് കളവ് പറഞ്ഞായിരിക്കില്ല, സത്യമായിരിക്കും, അടിച്ചിറക്കാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല, ഞാൻ തിരുത്താണത്, വേറെ നിവൃത്തില്ല. കാരണം അത് പ്രസംഗിച്ച ആ CD കണ്ടിട്ട് ഇതാ ഇരിക്കുന്ന ഒരാൾ, ഈ ഇദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരിക്കൽ ഞാൻ നിലമ്പൂരെടുത്ത് പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ചത് തെറ്റാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദം ഉണ്ടായിരുന്നു. ആ വാദം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എവിടെ, നിങ്ങൾക്ക് തെളിവുണ്ടോ? അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സക്കരിയ സലാഹിയുടെ പ്രസംഗത്തിൽ ഉസ്മാൻ ബിൻ അബിൽ ആസമിന്റെ സംഭവം ഉദ്ധരിച്ചിട്ട് അടിച്ചിറക്കി അല്ലെങ്കിൽ അടിക്കാം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം എനിക്ക് കേൾപ്പിച്ചു തന്നു. തിരുത്തലല്ല, അത് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തിനാ തിരുത്തിയെന്ന് വെച്ചാൽ, ഇപ്പോൾ തിരുത്താൻ പറ്റിയ വലിയ സൗകര്യമുള്ള സമയം, അതുകൊണ്ട് തന്നെ. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇറക്കിയ കത്ത്, ആ കത്തിങ്ങെടുത്ത് ഇത്രയും കാലം ചോദിച്ചത്, അതാണ് നമ്മൾ പറയുന്നത്. ഇനി മുജാഹിദുകളെ വഞ്ചിക്കാൻ വിടില്ല എന്ന് പറയുന്നത്. ഇത്രയും കാലം കിട്ടിയുണ്ട്. ഇത്രയും കാലം ചോദിച്ചിരുന്ന അടിച്ചിറക്കാൻ ആർക്കാ വാദം ഉണ്ടായിരുന്നത്? ആരാ അടിച്ചിറക്കാന്ന് പറഞ്ഞത്? കേരള ജമിയത്തുൽ ഉലമക്കെതിരെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയിട്ട് പിന്നെ ഒരു ലഘുലേഖ എഴുതിയിട്ട് നാട് നീളെ അത് പ്രസിദ്ധീകരിച്ചു. നെറ്റിലും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചു. ചില ആളുകൾ കഷത്തിൽ വെച്ചുകൊണ്ട് നടക്കില്ല. അതാ ജമിയത്തുൽ ഉലമ ബുക്ക് അവർ വായിച്ചിട്ടില്ല, ഈ കുറിപ്പായിരുന്നു അവർ വായിച്ചിരുന്നത്. അത് കഷത്തിൽ വെച്ച് ഇങ്ങനെ നടന്ന് ചില ആളുകളെ പിരികേറ്റി ജമിയത്തുൽ ഉലമയുടെ ബുക്കിൽ 40 തെറ്റ്, 50 തെറ്റ്, 60 തെറ്റ്, 30 തെറ്റ്, അവസാനം അദ്രമസലഫി തെറ്റിട്ട് എന്ന് പറഞ്ഞ് അതുവരെ പ്രസംഗിച്ചു. അങ്ങനെ തെറ്റി അവസാനം ഇത് കേൾക്കണ കൗമുദി മുഴുവൻ വിചാരിക്കണത് ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ തെറ്റെഴുതി വെക്കാൻ വേണ്ടി ഒരു ബുക്ക് എഴുതി, കുറെ തെറ്റെഴുതാൻ വേണ്ടി ബുക്ക് എഴുതി എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കണം. മാനസികമായ കുറെ തെറ്റുകൾ, അക്ഷരപിശാചുക്കളൊക്കെ വരാം. അപ്പോൾ അത് പിന്നെ പിശാചുക്കൾ എന്ന അർത്ഥത്തിലല്ല, അക്ഷര തെറ്റെന്ന അർത്ഥത്തിൽ പറഞ്ഞതാ. തെറ്റ് എന്നുള്ള അർത്ഥത്തിൽ പിശാചിനെ സൂചിപ്പിച്ചു മാത്രം. ആ രൂപത്തിൽ ഉള്ള തെറ്റുകൾ, സ്വാഭാവികമായ ഒരു മനുഷ്യൻ വരാവുന്ന തെറ്റുകളുണ്ട്. അതിന് ഒരുപാട് പുസ്തകത്തിൽ വന്നത് ഞങ്ങളിവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെ മാസൂമികളാകുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനൊന്നും ഒരാളും സംഘടന ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ആ സംഘടനയാ. ജമിയത്തുൽ ഉലമയാ. ഞാൻ വാനോളം വളർന്നാലും ഞാൻ ജമിയത്തുൽ ഉലമയുടെ സ്ഥാനത്താകൂല. ഈ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫി വാനോളം വളർന്നാലും ജമിയത്തുൽ ഉലമയുടെ സ്ഥാനത്താകൂല. ജമിയത്തുൽ ഉലമയാണ്. ഒരു സംഘടനയാണ്. ഒരു വ്യക്തി മാത്രമാണ്. മനസ്സിലാക്കണം. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസംഗിക്കാൻ ചെന്നാൽ അവിടെ ആള് കൂടുന്നുണ്ടാവും, ബഹളം ഉണ്ടാകുന്നുണ്ടാവും. അത് എൻ്റെ പ്രസംഗത്തിൻ്റെ തരിപ്പ് കൊണ്ടാന്ന് മാത്രം മനസ്സിലാക്കരുത്. പാതിരാത്രിയിൽ ഉറക്കമടച്ചിട്ട് പശയും കലക്കി മൈദയും കലക്കിയിട്ട് റോഡിന്റെ മുക്കുമൂലകളിൽ പോയി പോസ്റ്റർ ഒട്ടിക്കുന്ന ചെറിയ MSMന്റെ കുട്ടികളുടെ അധ്വാനം എൻ്റെ പ്രസംഗത്തിന്റെ വിജയത്തിന് പിന്നിലുണ്ട്. അല്ല, ഞാൻ എവിടെയൊക്കെ പോകണം, അവിടെയൊക്കെ ആൾ കൂടുന്നുണ്ടോ? ഇതിലെ മഞ്ചേരി ഉണ്ട്, രാവിലെ മഞ്ചേരി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇവിടെ ആളുകൂടി. എന്തേ? ഇവിടുത്തെ MSMന്റെ കുട്ടികൾ, അതുപോലെ തന്നെ ISMന്റെ പ്രവർത്തകർ, അതുപോലെ KNMന്റെ പ്രവർത്തകർ, ഈ പ്രത്യേകിച്ച് ഈ കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിൻ്റെ മുഴുവൻ ആളുകളും അവർ പരസ്യം ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച ആളുകളെ അറിയിച്ച് അങ്ങനെ ആളുകൂടൽ. അപ്പോൾ ഞാനിവിടെ എഴുന്നേറ്റ് ഒരു പ്രസംഗം ഇത് പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് ഞാൻ. അത് മനസ്സിലാക്കണം. ഈ രൂപത്തിൽ അല്ലാതെ ഓരോ വ്യക്തികളും ആകാശമുട്ട വളർന്നു എന്ന് ചിന്തിക്കുന്ന കാലത്ത് അവൻ നശിച്ചു എന്ന് മനസ്സിലാക്കുക. ഈ രൂപത്തിൽ ഈ ഓരോ ആളുകൾ അവര് ജമിയത്തുൽ ഉലമക്കെതിരെ നാട് നീളെ പ്രസ്താവന നടത്തി. അവസാനം എറണാകുളത്ത് കേരള ജമിയത്തുൽ ഉലമയുടെ വിശദീകരണം നടക്കുക. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് പറയാണ്, ഈ വിഷയം നിങ്ങൾ പഠിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തത്, ജമിയത്തുൽ ഉലമ ഇത് പഠിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ സഹോദരങ്ങൾ, ജമിയത്തുൽ ഉലമ ഈ വിഷയം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആരാ? ജംഇയ്യത്തുൽ ഉലമ എന്ന് മഖ്റജ് തിരിച്ച് പറയാൻ അറിയാത്തവൻ. അന്ന് മഖ്റജ് കൃത്യമായിട്ടൊന്ന് പറയുമോ? എങ്കിലും പിന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇത് ജംഇയ്യത്തുൽ ഉലമ പഠിച്ചിട്ടില്ല എന്ന് പറയാ. ആയിക്കോട്ടെ, ജംഇയ്യത്തുൽ ഉലമ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് 2 കൂട്ടരും വെച്ച് വാദപ്രതിവാദം നടത്തണം.
എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് സെക്രട്ടറിയലായി ഇരുത്തുക, വേറെ ഭാഗത്ത് അബ്ദുറഹ്മാൻ സലഫി ഇരുത്തണമെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി ഇരുത്തിട്ട് വാദപ്രയോഗം നടത്തുക. അതിന് അബ്ദുറഹ്മാൻ സലഫി മറുപടി പറഞ്ഞു, ആ കാലം അതൊന്നും അത് പണ്ട് മടവൂരുകളും നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ എന്തേ മടവൂരിന് ഒരിടത്ത് AP ഇപ്പുറത്തിരുത്തി വാദപ്രയോഗം നടത്തുക ഓരോ കവലയിലും. എന്നിട്ട് അത് കണ്ടിട്ട് മുജാഹിദിൽ എവിടെ ഹക്ക് എന്ന് മനസ്സിലാക്കി. അങ്ങനെ കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ച് കാര്യം പഠിച്ച് മനസ്സിലാക്കി വാദപ്രതിവാദമൊക്കെ അവിടെ നടന്നിട്ട് തീരുമാനം പറയാം, അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രചരണം എന്ന് വെച്ചാൽ എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ഇത് ഇന്ന് ഈ വിഷയം കൊണ്ട് അവസാനിക്കേണ്ട, ഓരോ മാസവും ഇവിടെ ദൗറ വെച്ച് പണ്ഡിതന്മാരെ കൂട്ടിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത മാസം ദൗറ വിളിച്ചു, പണ്ഡിതന്മാരെ വിളിച്ചു. എന്നിട്ട് ചർച്ച, വീണ്ടും ചർച്ച. ആ ചർച്ചയിൽ രണ്ടാമത് വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് വിഷയം അവതരിപ്പിക്കാനുണ്ട്, ഈ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അടുത്ത ദൗറ അതും അങ്ങനെ തന്നെ നടത്തി. റുഖിയ ശറയ്യ എന്ന് പറഞ്ഞിട്ട് ദൗറ, പണ്ഡിതന്മാർക്ക് വേണ്ടി ദൗറ 3 എണ്ണം. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പേടിയുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ വിഷയം പഠിക്കാതെ പറയുന്നവരാണെങ്കിൽ മനസ്സോദരങ്ങളെ ഞങ്ങൾ ദൗറ എടുത്തുവോ? പറയൂ ആളുകളോട്, ചർച്ചയ്ക്ക് നിൽക്കോ, മുഖാമുഖത്തിന് നിൽക്കോ? ഇപ്പോൾ ഇതാണ് ഇത് നാടകം എന്നൊക്കെ ചില ആളുകൾ പ്രസംഗിക്കണം. കാര്യം ഇത് നടത്താൻ നിങ്ങൾക്ക് കഴിയൂല, നടത്തി നോക്ക്. കേരളത്തിൽ ഞങ്ങൾക്കെതിരെ വേണ്ട, ഖുറാഫികൾക്കെതിരെ നിങ്ങൾ നടത്തി നോക്കും ഒരു മുഖാമുഖം. വിഷയം തൗഹീദ് എന്നായിരിക്കണം, മനസ്സിലായോ? വിഷയം തൗഹീദ് എന്നായിരിക്കണം. ആ വിഷയം പോലും ചിലർക്ക് ഇപ്പോൾ പേടിയായിട്ട് തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ പോണില്ല അങ്ങോട്ട്. അപ്പോൾ ഏതായിരുന്നാലും ആ രൂപത്തിൽ എന്താണ് ഈ ദൗറം നടന്നു തീരുമ്പോൾ പറഞ്ഞു വാദപ്രതിവാദം നടത്തണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഹൃദയം മാന്തി എടുക്കുന്ന പോലെ 3 ദൗറ ആത്മാർത്ഥമായി നടത്തിയിട്ട് ഇനി വാദപ്രതിവാദമോ? ഒരു ദൗറ കൂടി നടത്തണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വിഷയം തീർന്നിട്ടില്ല. ഒരു ദൗറ കൂടി നടത്താം, വാദപ്രതിവാദം നടത്തണോ? ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി MM അവിടെ ഇരിപ്പുണ്ട്, അപ്പോഴാണ് വിളിക്കുന്നത് വാദപ്രതിവാദത്തിന് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തോന്നിയില്ല. അപ്പോൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, വ്യക്തിപരമായി ഞാനും ഹനീഫും തയ്യാറാണ്, നിങ്ങൾ റെഡിയായിക്കോ. ആ റെഡിയാണെന്ന് പറഞ്ഞു, തയ്യാറായി. അങ്ങനെ എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നു. വന്നിട്ട് ഇന്ന തീയതി, ഇന്ന ദിവസമാണ് വാദപ്രതിവാദത്തിൻ്റെ തീയതി നിശ്ചയിച്ചു. ആ വാദപ്രതിവാദത്തിൻ്റെ തീയതി നിശ്ചയിച്ച് ഞാൻ ഹനീഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഹനീഫ് നിനക്കെന്ന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വാദപ്രതിവാദത്തിന് കരാർ എഴുതാൻ വന്ന ആള് നേരെ വിളിച്ചത് സക്കരിയ സലാഹിയെയാണ്. താങ്കൾക്ക് പറ്റുമോ? അദ്ദേഹം പറഞ്ഞു 18-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, 18-ാം തീയതി എനിക്ക് ഒഴിവുണ്ട്. എനിക്ക് അവിശ്വസനീയമായി തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇതാരാണ് പറയുന്നത്? കേരള ജമിയത്തുൽ ഉലമക്കെതിരെ വാദപ്രതിവാദം നടത്താമെന്ന് പറഞ്ഞത് ആരാ? കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവിലുള്ള ഒരാളോ? അയാളാണോ അനസുമായി വാദപ്രതിവാദത്തിന് വരേണ്ടത്? അയാളാണോ ഹനീഫുമായി വാദപ്രതിവാദത്തിന് വരേണ്ടത്? കേരള ജമിയത്തുൽ ഉലമയുടെ ബുക്കിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, ഒരുക്കങ്ങൾ നടന്നു. കടവത്തൂരിലെ ലൈബ്രറി ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യമില്ല, വഴിയെ പോയൊരു കേസാണ്, സാമ്പത്തികമായ പ്രശ്നം, നമ്മളത് വലിച്ച് പുറത്തേക്കൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ അവിടെയും മാനം കാക്കാൻ പോയ ഒരാളാണ്, അതിൻ്റെ വഴിയും കുറേ കിട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല, കഴിഞ്ഞ കേസാ. അപ്പോൾ ഏതായിരുന്നാലും ആ ലൈബ്രറിയിൽ കൂടി. എന്നിട്ട് സക്കരിയ സലാഹി അവിടെ ചെന്ന ആളോട് പറയും, ഇന്ന ആൾ കൂടെ വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് സക്കരിയ സലാഹി ആ വ്യക്തി വിളിച്ചു. ആ പണ്ഡിതന്മാരുടെ പേരൊന്നും ഇപ്പം നമ്മൾ പറയില്ല. വിളിച്ചിട്ട് നിങ്ങൾ വാദപ്രയോഗത്തിന് വന്നാലും ഞാനും പോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പണ്ഡിതൻ സമ്മതിച്ചില്ല. കാരണം ജമിയത്തുൽ ഉലമക്കെതിരെ വാദപ്രയോഗം നടത്താന്നൊക്കെ പറഞ്ഞാൽ അതൊരു മാന്യന് ചേർന്ന പണിയല്ലല്ലോ. അപ്പോൾ ചെന്ന ആളുടെ കയ്യിലും ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സക്കരിയ സലാഹി വിളിക്കാൻ പോയ ആൾ ഈ സക്കരിയ സലാഹി ആവശ്യപ്പെട്ട പണ്ഡിതനെ വിളിച്ചു. എന്നിട്ട് വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ഇത് ബദറാ. ഏത്? ഈ നടക്കാൻ പോണത് ബദറാ. അതുകൊണ്ട് എന്തെങ്കിലും അല്ലാഹുൽ തവക്കുലാക്കി നിങ്ങൾ തീരുമാനം എടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ തഖ്വ എന്ന് പറയുന്ന ഈ പേപ്പർ മാത്രമാണ്, എൻ്റെ ഉള്ളിൽ തഖ്വ ഇല്ല. ഉണ്ടെങ്കിൽ ഈ അബദ്ധവിശ്വാസത്തോടെ ഇല്ല. ഈ പറയുന്നത് കേട്ട് നമ്മൾ വിചാരിക്കും പഠിച്ചവനെ ഇപ്പോൾ സ്വർഗം തുറന്നു വെക്കും എന്ന്. അള്ളാന്റെ പേര് പറഞ്ഞിട്ട്, റസൂലിന്റെ പേര് പറഞ്ഞ്, സലഫിയത്തിന്റെ പേര് പറഞ്ഞിട്ട്, സലഫി മൻഹജിന്റെ പേര് പറഞ്ഞിട്ട് ഈ ആദർശത്തിനെതിരെ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് വരണം എന്ന് പ്രേരിപ്പിച്ച് അവസാനം അയാൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ലൈബ്രറിയിൽ ഉയർന്ന തക്ബീർ മുഴങ്ങി. അല്ലാഹു അക്ബർ തക്ബീർ വിളിച്ചു. എന്നിട്ട് വണ്ടി കയറി തലേന്ന് ഞങ്ങൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്ത സക്കരിയ സലാഹിയാണ് വരുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാ. ആരെയാ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? ഇവരെ വിചാരിച്ച സക്കരിയ സലാഹിട്ട് വാദപ്രയോഗം നടത്തില്ലെന്നാ. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ ഇവരെ സാക്ഷി നിർത്തി അവരുടെ മുന്നിൽ വെച്ചാണ് CD ടവറിൽ സക്കരിയ സലാഹിട്ട് വാദപ്രയോഗം നടന്നത്. വാദപ്രതിവാദം നേർക്കുനേരെ. എന്തിന്? ഈ വിഷയം തെളിയിക്കാൻ, റുഖിയ ശറിയ ചർച്ച ചെയ്യാൻ. ഏതെങ്കിലും തെളിവ് ഞങ്ങൾക്കറിയാത്ത സക്കരിയ സലാഹിയുടെ കയ്യിലുണ്ടെങ്കിൽ പുറത്തു വരുത്തിക്കാൻ ഇല്ല.
ആ സംവാദം നടന്ന അവസാനം എഴുന്നേറ്റ് TP പറഞ്ഞത് പുതിയൊരു തെളിവും കിട്ടിയിട്ടില്ല, പുതിയൊരു ആയത്തും ഹദീസും വന്നിട്ടില്ലാത്തതിനാൽ പഴയ തീരുമാനം തന്നെ ശരി, മാറ്റാം, പുതിയൊരു തെളിവ് കിട്ടിയാൽ അന്ന് മാറ്റാം എന്ന് പറഞ്ഞ TP ആണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ TP അധികാര കൊതിയനാണ് പോലും. ഞാൻ ഇന്നലെയും ചോദിച്ചൊരു കാര്യമുണ്ട്, എടാ അധികാര കൊതി ഉണ്ടാണ് ആർക്കാ? അധികാരം ഇല്ലാത്തവന്. TP പ്രസിഡന്റ് ആണ്. MM കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ്. അബ്ദുറഹ്മാൻ സലഫി കേരള നൂത്തുൽ മുജാഹിദിന്റെ സെക്രട്ടറിയാണ്. ഇവർക്ക് ഇനി എന്താ അധികാരക്കൊതി? അവർക്ക് അധികാരമുള്ളവരല്ലേ, ആ പവറല്ലേ ഈ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ ചെലവാക്കിയത്. ആ അജയ്യമായ നേതൃത്വം, ശക്തമായ തീരുമാനമുള്ളത് കൊണ്ടല്ലേ ഈ ശിർക്കും ഈ ഖുറാഫാത്തും ഇവിടെ നടക്കാതെ പോകുന്നത് അല്ലേ? അപ്പൊ അതി എറിഞ്ഞുടക്കാനാ തീരുമാനം. പൊന്നാര മക്കളെ, എന്ത് സഹമുണ്ടെങ്കിലും ആ സഹമിന് മീതെ ഞങ്ങളുടെ നെഹറുണ്ടാകും, ഞങ്ങളുടെ നെഞ്ചുണ്ടാകും. ആ നെഞ്ചിലെ ആ എറിയുണ്ടാകൂ, അവരുടെ മുന്നിൽ ഞങ്ങളുണ്ടാകും. ഇവിടെ നിരന്നു നിന്ന സ്വലാഹിമാരെ പോലെ ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള സ്വലാഹിമാരും മദനിമാരും അതുപോലെ തന്നെ ഇവിടെ ഈ പ്രസ്ഥാനം ആദർശം പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് കടന്നു വന്ന പണ്ഡിതന്മാരും പാമരന്മാരും മുജാഹിദായി ഇന്ന് പിറന്നു വീണ കുട്ടി പോലും ഈ പ്രസ്ഥാനത്തിന്റെയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടി നെഞ്ചകം കാണിച്ച് രംഗത്തുണ്ടാകും. അങ്ങ് ഒരുത്തരും ഭീഷണിപ്പെടുത്തരുത്. ഇപ്പൊ ചില ആളുകൾ പേടിപ്പിക്കണ സമ്മേളനം വരണത് നിങ്ങളുടെ കയ്യിലാ? സമ്മേളനം വരണത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണോ? റബ്ബിന്റെ കയ്യിലാണ്. അള്ളാഹുവിന്റെ സഹായമാണ്, റബ്ബിന്റെ സഹായമാണ്. തൗഹീദി കൂട്ടായ്മക്കല്ലാതെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഞങ്ങള് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നതല്ല. അങ്ങനെ സംവാദത്തിൽ എഴുന്നള്ളി വന്നു എറണാകുളത്തേക്ക്. ഒരുക്കങ്ങളായി, പെട്ടിയായി, സുക്കേഴ്സുകളായി ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരും വലിയ വലിയ പരിവാരങ്ങളൊക്കെ ഒരുങ്ങി വന്നു. റൂമെടുത്തു. വലിയ പ്രശ്നം, വലിയ സംവിധാനങ്ങൾ, ഭീഷണിപ്പെടുത്തലുകൾ, ഫോൺ കോളുകൾ, ഇതൊക്കെ നടന്നു. അന്ന് തലേന്ന് 10 മണിക്കോ മറ്റോ ആണ് സമയം. നീ തെറ്റിപ്പോയെങ്കിൽ അത് പ്രശ്നമാക്കണ്ട. തലേന്ന് രാത്രി, സംവാദത്തിന് തലേന്ന് രാത്രി MM അതിനടുക്കൽ കൊണ്ടുപോയി കൊടുത്ത ഒരു ലെറ്ററായത് ജമിയത്തുൽ ബുക്കിനെതിരെ. എന്താ കാര്യം എന്നറിയോ? പിറ്റേന്ന് രാവിലെ സംവാദം നടന്നാൽ ആദ്യത്തെ ചോദ്യം അതായിരിക്കും. ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആള് മറുഭാഗത്ത് ഞങ്ങൾക്കെതിരെ വാദപ്രതിവാദം നടത്താൻ വന്നാൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇത് ജമിയത്തുൽ ഉലമയല്ലേ നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്? ഞങ്ങളോട് സംവാദം നടത്തുകയാണോ വേണ്ടതെന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാവൂല. അപ്പൊ തലേന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറെ ആളുകളുടെ പേരെഴുതിയിട്ടുണ്ട്. സാധുക്കൾ മുഴുവൻ പെട്ടതാ, മുഴുവൻ പെട്ടതാണ് എന്ന് പറയുമ്പോൾ വെറുതെ പറയല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതിലറിയുന്നവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരും പേരെഴുതിയിട്ടുണ്ട്. അവരിത് വായിച്ചിട്ടുണ്ടെങ്കിൽ എഴുതുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓരോരുത്തരെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെയുണ്ട് എഴുതിക്കോട്ടെ ജമിയത്തുൽ തെറ്റുണ്ട്, ചർച്ച വേണം എന്ന് പറഞ്ഞാൽ ആരാ എഴുതിയിട്ടുണ്ട്. അവസാനം ഇതെന്താ വായിച്ചു നോക്കുമ്പോൾ ഇത്രയും കാലം അടിച്ചിറക്കണം എന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചറിഞ്ഞ ആളുകൾ ഇപ്പൊ പറയാം ചങ്കിൽ ചവിട്ടണം. വേറൊരു ഇപ്പൊ വിവാദം നടക്കണ്ടല്ലോ, ഷാഫി സലാഹിയുടെ പല്ലടിച്ച് പൊട്ടിക്കുന്ന അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പോകാം. ഇന്നലെ വിശദീകരിച്ചാണ്. ഇവിടെ ചോദ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ വിശദീകരിച്ച് കഴിഞ്ഞാണ്. അതിന് CD ഇൻഷാല്ലാ ഇറങ്ങും. ഇനി പല്ലടിച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞു വിചാരിക്കുക, ഇവിടെ ചങ്കിൽ ചവിട്ടാനാ പറഞ്ഞു. അത് ഹദീസിന് തെളിവുണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ നാലിച്ചൊക്കെ ഏർവാടിയിൽ കുറെ മനുഷ്യന്മാർ കരിഞ്ഞുപോയി, കത്തിപ്പോയി. എന്തിനാ? ജിന്നിറക്കാൻ കൊണ്ടുവന്നതാ. കാലിൽ ചങ്ങലയിട്ട് പൂട്ടിയിട്ട് അവിടെ പിന്നാണത്തിൽ കഞ്ഞി വെച്ച് കൊടുത്തിട്ട് ജിന്നിറക്കാൻ കൊണ്ടുവന്ന കുറെ ഭ്രാന്തുള്ള മനുഷ്യർ ഏർവാടി ദർഗയിൽ കത്തിക്കരിഞ്ഞപ്പോ മനസാക്ഷി ഖുറാഫികൾ വരെ, നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ വരെ ഏർവാടി ദുരന്തത്തിന്റെ പേരിൽ അന്ന് ലേഖനങ്ങളും ഫീച്ചറുകൾ എഴുതുണ്ടായി ഇല്ലേ? എന്നാല് ഇപ്പൊ പറയാം ചങ്കില് ചവിട്ടണം. തെളിവെന്താ കേട്ടോ? ഇപ്പൊ അടിച്ചിറക്കാന്ന് പറഞ്ഞവര് ആരാന്നൊക്കെ ചോദിച്ചാൽ ചോദ്യമൊക്കെ അങ്ങ് പോയി. എഴുതി ഒപ്പിടാതെ ഒപ്പ് എന്നാ അതിൻ്റെ അകത്തുള്ളത്. ഒരാളും ഒപ്പിട്ടിട്ടില്ല. കാരണം സമയം കിട്ടിയിട്ടില്ല, വേഗം കൊണ്ട് കൊടുക്കണ്ടേ, നാളെ വാദപ്രയം നടത്തല്ലേ. അപ്പൊ ഇത് ആരൊക്കെ കണ്ടു നമുക്കറിയില്ല. ഏതായാലും ഇത് കൊണ്ടുപോയി കൊടുക്കുക. ഇതിൽ പറയുന്നത് കേട്ടോളൂ. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭ്രാന്തായിരിക്കുമെന്ന് സഹാബികൾ വിചാരിച്ചു. അങ്ങനെയുള്ളൊരു സഹാബി ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? ഭ്രാന്താന്ന് വിചാരിച്ച പിന്നെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? അവർ ചവിട്ടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ നീളമുള്ളൊരു വലിയ ഷെയ്ഖിന്റെ പേര് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ വലിയ പേരുള്ള ആൾക്കാരെ തന്നെ പേടിയാ. ആയിക്കോട്ടെ,
ഇനി കേട്ടോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പെരടിയിൽ കാൽ വെക്കുന്നു. കാരണം അടിക്കുക എന്നത്